ആന്റപ്പാ, ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാവാ. ആശാൻ പറഞ്ഞാ ഞാൻ വേണേ കടലിൽ ചാടും. ധൈര്യമായിട്ട് പറ. എല്ലാ കൊല്ലവും പള്ളിപ്പെരുന്നാളിന് ഞാൻ നാടകം ചെയ്യാറുള്ളത് അറിയാമല്ല. ഇക്കൊല്ലത്തെ നാടകത്തില് ഒരു പ്രധാന വേഷം നീ ചെയ്യാൻ പോവുകയാണ്. നാടകത്തിന് വേഷം ഞാൻ ചെയ്യാൻ പോണെന്നാ ആശാന് കണ്ട് തലയ്ക്ക് പിടിച്ചെന്നാ തോന്നണേ. ഞാൻ പറയണത് നീ കേക്ക്. നിനക്ക് നല്ല താളബോധമുണ്ട്. നിന്റെ പാട്ടും ചവിട്ടും കണ്ടപ്പോ എനിക്ക് ബോധ്യായി. അത് പിന്നെ എന്റെ അപ്പൻ ചവിട്ട് നാടകക്കാരനായിരുന്നു. കൊച്ചുനാളിലെ അപ്പന്റെ ചവിട്ട് നാടകം കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പം മരിച്ചെങ്കിലും രക്തത്തിലുള്ള മറക്കാൻ പറ്റുക. പക്ഷെ അതുപോലല്ലല്ലോ നാടകം. എന്തീശോ, എനിക്കെങ്ങും വയ്യ. എന്റെ കയ്യും കാലും പറയ്ക്കും. ഈ വായി കൊള്ളാത്തതും കടിച്ചാ പൊട്ടാത്തതുമായിട്ട് ഓരോന്ന് പറയേണ്ടി വരില്ലേ? എന്താണ് അതിന്റെ പേര്? ഡയലാങ്ക. എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല. എടാ, അതൊക്കെ ഞാൻ ശരിയാക്കി തരാന്ന്. ആശാൻ ശരിപ്പെടുത്തി തന്നാലും ഞാൻ തന്നെ വേണ്ട ചെയ്യാൻ. എനിക്ക് വയ്യപ്പ. എടാ, അതിനുള്ള ധൈര്യം ഞാൻ തരാന്ന്. ഏറ്റാ? ഏറ്റു. ഏറ്റല്ല എങ്കിലൊരു കൈ നോക്കാം. അല്ല ആശാന, ഞാൻ ഹീറോയാണ്. അതെന്താണ്? നീ ഹീറോ വേഷം മാത്രമേ ചെയ്യത്തുള്ള? വില്ലൻ വേഷാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. ഹീറോ പിടിച്ചിട്ട് ഇടിക്കും, എന്റെ സ്വഭാവവും മാറും. ഇയാളാണാ? പാതിര വരെ അവിടെ ഇവിടെ നടന്ന് കള്ളും കുടിച്ച് ഓരോ വെളിവേട് എഴുന്നള്ളിച്ചോണ്ട് വന്നോളും. വേറെ ആരെയും കിട്ടിയില്ലേ അപ്പനെ? എന്താണ്ടി മോളെ അവന്റെ ഒരു താളബോധം. പാരമ്പര്യമാണ് കേട്ടാ. കടലിൽ പോയി മീൻ പിടിക്കാനും ബാക്കിയുള്ള നേരം കുടിച്ചു കൂത്താടി വഴക്കുണ്ടാക്കാനും കൊള്ളാം. ഇതിനെയൊക്കെ വിളിച്ചെഴുന്നള്ളിച്ചോണ്ട് വന്നിരിക്കുന്നു ഹീറോ വേഷം കളിക്കാൻ. മോന്ത കണ്ടാലും മതി. എന്താണ് ഒന്നുകൂടി പറഞ്ഞേ. എടി കൊച്ചേ, എന്താ? എന്റെ മോന്തനെ കുറിച്ച് എന്താ പറഞ്ഞാന്ന്? തന്റെ മോന്ത നാടകത്തിന് പറ്റിയതല്ലാന്ന് തന്നെ. ദേ ആശാന്റെ മോളായി പോയി കേട്ടാ. അല്ലെങ്കിൽ എന്റെ മോന്ത കൊള്ളുകയെന്ന്. ഈ മോന്തയെ വെച്ചോണ്ടാ ഇത്ര നാൾ ജീവിച്ചത്. ഇനി നിങ്ങളുടെ ഇട്ടത്തിന് വിളിച്ച് മാറ്റി വെക്കാൻ പറ്റുവാ? പോയി പണി നോക്ക്. ഞാൻ എന്റെ പാട്ടിന് പോണു. ഞാൻ നിങ്ങളുടെ പുറകെ വന്ന ഇല്ലല്ല. തേനെ പാലേന്ന് വിളിച്ച് കാല് പിടിച്ച് കൊണ്ടുവന്നിട്ട് അവമാനിക്കാണ്. പോവില്ല. എനിക്ക് നാണവും വേണ്ട, കുന്തവും വേണ്ട. എവിടെ നിക്കൻഡോ ലസാമ്മേ, നീ ഇനി മിണ്ടരുത് കേട്ടാ. നാട് വന്നേ. ഇന്നലെയും കൂടി ഇവിടെ വന്ന് റിഹേഴ്സൽ നടക്കുമ്പോ ബഹളം ഉണ്ടാക്കിയതാണ്. അപ്പൻ അതങ്ങ് മറന്നു. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്താണ് പേര്? എന്തെങ്കിലും ആകട്ടെ. നമ്മ തമ്മിൽ ആദ്യം പരിചയപ്പെടുകയാണ്. നാടകത്തിൽ സ്റ്റേജിൽ കിടന്ന് തുള്ളണ കണ്ടിട്ടുണ്ട്. ആ വേഷം കണ്ട് എന്റെ അടുത്ത് വേണ്ട. എന്റെ സ്വഭാവം മാറും. സ്വഭാവം മാറുമെന്ന് തന്നെയാ ഞാനും അപ്പനോട് പറഞ്ഞേ. ഇത് മഹാ മോശമായി പോയി കേട്ടോ ആശാനെ. പെണ്ണുങ്ങളെ കൊണ്ട് അവമാനിപ്പിക്കണത്. ഇത് പെണ്ണാണ് ആണാണ്? ഒരു കാര്യം ചെയ്, ഇതിനൊരു മീശാൻ വരച്ച് ആൺവേഷം കെട്ടിച്ച് ഇതിലേ ഇറക്ക്. ഞാൻ പോണ്. നിക്കാനാണ് പറഞ്ഞത്. നീ അങ്ങകത്താറ്റില്ല. പഞ്ചാര പറഞ്ഞ് മയക്കാൻ വരണ്ട. ന്യായനം വേറെയാണ്. മേത്തൂന്ന് കൈ മേത്തൂന്ന് കൈയെടുക്ക. ആലോചന വേണ്ട. അപ്പന്റെ നിപ്പ് വേണ്ടാത്തൊന്നും ഏതാണ്ട് നിധി നഷ്ടപ്പെട്ടൊന്ന്. എവിടെന്നെങ്കിലും ഒരുത്തനെ ഇങ്ങാട്ട് വിളിച്ചോണ്ട് വന്ന് എങ്ങനെയെങ്കിലും നാടകം നടത്താന്ന് വിചാരിക്കുമ്പോ ഓരോ കുന്ത്രാണ്ടം എഴുന്നള്ളിച്ചോണ്ട് വന്നോളും. ഒക്കോണം എന്റെ മുമ്പിൽ നിന്ന്. എന്തീശോയേ. ദേ പുട്ടെടുത്ത് വെക്കണണ്ട. എനിക്ക് കടലിൽ പോകേണ്ട നേരായി. ആന്റോയെ, നീ ഇന്ന് കടലിൽ പോയില്ലേ? പോകാമടാ. നീ ഇങ്ങാട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. ആശാനാ? എന്താണപ്പാ കോള്? ഇരിക്ക്.
എടാ ഇന്നലെ പറ്റിയത് അത് അവളൊരു ബുദ്ധിമോശം പറഞ്ഞതാൻ. നീ അത് കാര്യമായിട്ട് എടുക്കണ്ട. എന്റെ കൂടെ വരണം. അവളാ? ഏതവള്? ആ, എടാ ഇന്നലെ നമ്മ ആ ഇന്നലെ നമ്മ ഷാപ്പിൽ വെച്ച് കണ്ട് കുടിച്ച് പാട്ടും പാടി. അതിന്റെ ഇടയിൽ ഏതവളാണ്? എടാ നീ ഇന്നലെ നാടകത്തിൽ ചേർന്ന് കളിക്കാമെന്ന് സമ്മതിച്ചത്. നിന്നെയും കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോ എന്റെ മോളേതാണ്ട് പറഞ്ഞതിന് അരിശപ്പെട്ടോണ്ട് നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. നാടകം കളിക്കാമെന്ന് ഏറ്റെന്നാ? ആ, ഞാനും കേട്ടിട്ടില്ല. ആശാൻ ഇന്നലെ കുറച്ച് ഓവറായിരുന്നു കേട്ടാ. ഇന്നലെ രാത്രി ലൈറ്റ് ഹൗസിന്റെ അടുത്തിട്ടും സംസാരിച്ചപ്പ നാടകം കളിക്കാമെന്ന് സമ്മതിച്ച് നീ എന്റെ കൂടെ വന്നില്ലായിരുന്ന? ലൈറ്റ് ഹൗസ് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടല്ല. എന്റെ മുഖത്തൊരു വെളിച്ചം വീണത്. അപ്പൊ ആശാൻ അടുത്തുണ്ടായിരുന്ന? അത് സ്വപ്നമല്ലായിരുന്ന? അല്ല, നാടകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ആദ്യം നീ ഒഴിഞ്ഞു. ഞാൻ പഠിപ്പിച്ചരാന്ന് പറഞ്ഞപ്പോ നീ സമ്മതിച്ചു. എന്റെ ഈശോ, അങ്ങനെ വല്ല വിവരദോഷം എന്റെ നാവേന്ന് വീണിട്ടുണ്ടെങ്കിൽ ആശാൻ ക്ഷമീര്. എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണത്. ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയും. താളബോധമില്ലാത്ത കാക്കാശിന്റെ വിവരമില്ലാത്ത ഈ മരങ്ങാടിന് പറ്റുമെങ്കിൽ പിന്നെ നിനക്കെന്താന്ന്? പറ്റാഞ്ഞിട്ടല്ല വേണ്ടാന്ന് തോന്നിയിട്ടാ. അതിനൊരു കാരണം എനിക്ക് കടലിൽ പോണെന്ന്. ഒറ്റോ കൊണ്ടെന്നാരെങ്കിലും പറഞ്ഞു? രണ്ടും കൂടെ അങ്ങനാണ്. ഞാനും കടലിൽ പോണതാണ്. നിങ്ങൾക്ക് കടലിൽ വിട്ടാ നാടകം, നാടകം വിട്ടാ കടൽ. എനിക്ക് അങ്ങനാണ്. ഒരുപാട് പണിയുള്ളതാ. സമയം ശരിയാകുകയില്ലോ. സമയം കൂടി പോണതാ നിന്റെ കുഴപ്പം. കള്ളും കുടിച്ച് അടിപിടി കൂടുന്നതിലും നല്ലത് ഇങ്ങനെ വല്ല നല്ല കാര്യം പോയി ചെയ്യണതാ. നീ ഒരു 2 ദിവസം റിഹേഴ്സലിന് വന്ന് നോക്ക്. പറ്റില്ലാന്ന് തോന്നിയ അപ്പ വിട്ടു. പറ്റില്ലെങ്കിൽ ഞാൻ വിട്ടിട്ട് പോരും. സത്യമായിട്ടും അത് സമ്മതാണ്. സമ്മതിച്ച്. അവിടെ വരുമ്പോ നിങ്ങളുടെ ഒരു മോളുണ്ടല്ല, ഒരെല്ലു കൂടി ഒരെനം. അവള് കമാന്ന് വിണ്ടുകയല്ല പോരെ. അപ്പൊ ഞാൻ നാടകത്തിൽ ചേരണമെന്നാണ് നിങ്ങളെല്ലാവരും പറയണത്. ആ, ശരി എങ്കിൽ ശരി. ആശാന് പുട്ടും കടലെടുത്ത് വെക്ക്. വേണ്ട, നീ വാ. അതൊക്കെ നമ്മക്ക് പോന്ന വഴിക്ക് കഴിക്കാമെന്ന്. വാ. നാടകം എന്ന് പറയുമ്പം പെണ്ണുങ്ങളുണ്ടാവല്ല. പെണ്ണുങ്ങളുണ്ടെങ്കിൽ എന്താ, അവനെ പിടിച്ച് വിഴുങ്ങുവാ. വിഴുങ്ങത്തൊന്നും ഇല്ലായിരിക്കും, എന്നാലും